അപ്പോൾ ഇവിടെ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവെന്ന് പറയുന്നത് 90/2026 ജൂനിയർ ക്ലർക്കാണ്. ഹലോ എവരി വൺ, കേരള PSC അടുത്ത മാസം 2-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതി അവസാന തീയതി വരുന്ന ഒഴിവുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഒഴിവുകളുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ അതിന് യോഗ്യത ഉള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കുക. നമുക്കിനി ഓണമൊക്കെ വരുന്നതാണ്. സോ അതുകൊണ്ട് 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. മിസ്സായി പോകരുത്. ആദ്യത്തെ ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 74/2026 ആണ്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. ഒരു ഒഴിവാണുള്ളത്. 58,500 ടു 1,18,100 ആണ് അതിന്റെ സാലറി വരുന്നത്. നേരിട്ടുള്ള നിയമനാണ്. ഒഴിവുകളുടെ എണ്ണം 1 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദാണ് തത്തുല്യമായ യോഗ്യത. അത് നിങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 77/2026 പൊതുമരാമത്ത് വകുപ്പ് ആർക്കിടെക്ചറൽ വിഭാഗം ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് ആണ് ഉദ്യോഗ പേര്. 52,200 ടു 1,15,300 ഒരു ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനാണ്. പ്രായപരിധി 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇതിനില്ല. യോഗ്യതകൾ എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ആർക്കിടെക്ചർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. കാറ്റഗറി നമ്പർ 78/2026 അടുത്ത ഒഴിവാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ട്രാക്ടർ ആണ്. 37,400 ടു 79,000 ഒരു ഒഴിവാണ്. പ്രതീക്ഷിത ഒഴിവുകൾ പറയുന്നുണ്ട്. ഓക്കെ, നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 19 മുതൽ 48 വരെ. യോഗ്യത SSLC തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വ്യാവസായിക പരിശീലനമാണ് വകുപ്പ്. അടുത്ത ഒരു ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 79/2026 കേരള ജല അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് സബ് എഞ്ചിനീയർ. 36,500 ടു 89,000 ആണ് അതിന്റെ സാലറി വരുന്നത്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനം 18 ടു 40 വയസ്സ് വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. യോഗ്യത എന്ന് പറയുന്നത് SSLC തത്തുല്യം. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന സിവിൽ അല്ലെങ്കിൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കാറ്റഗറി നമ്പർ 83/2026 ഭൂവിനിയോഗ വകുപ്പ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 27,900 ടു 83,700 ശമ്പളം. 2 ഒഴിവാണുള്ളത്. നേരിട്ടുള്ള നിയമനം 18 ടു 40 ആണ് ഏജ് ലിമിറ്റ്. യോഗ്യത കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡിപ്ലോമ. ഓക്കെ, അതിന്റെ തത്തുല്യ യോഗ്യതകളും പറയുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 84/2026 ആണ്. വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം. അങ്ങനെ കുറെ വകുപ്പുകൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു ഒഴിവാണ്. വളരെ പ്രധാനപ്പെട്ട ഒഴിവാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 27,900 ടു 83,700 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇതിന്റെ കുറച്ച് നിബന്ധനകളുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഒരുപാട് പേർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നേരിട്ടുള്ള നിയമനാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. യോഗ്യത നോക്കാം. SSLC തത്തുല്യ യോഗ്യതയാണ്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കാര്യം നിങ്ങൾ നോക്കുക. SSLCയും ഇംഗ്ലീഷ് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഒഴിവ് വരുന്നത് 86/2026 കേരള സംസ്ഥാന സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളാണ്. സ്റ്റോർ കീപ്പർ 24,400 ടു 52,200 ഒഴിവാണുള്ളത്. പാർട്ട് 1 ജനറൽ കാറ്റഗറി. ഓക്കെ, പാർട്ട് 2 തൊഴിലാളികളുടെ ആശ്രിതർ. ഓക്കെ, കാറ്റഗറി നമ്പർ 87/2026 ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരിൽ ഈ യോഗ്യത ഉള്ളവരുണ്ടാവും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ് സ്റ്റോർ കീപ്പർ 24,400 ടു 52,200 പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഇതിനും പ്രൊബേഷന്റെ കാര്യം പറയുന്നുണ്ട്. നിയമന രീതി മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കറിയാം. അങ്ങനെയുള്ളവർ മാത്രം നോക്കിയാൽ മതി. 18 ടു 44 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് അപേക്ഷകൻ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ അവരുടെ ആശ്രിതരായിരിക്കണം. SSLC ജയിച്ചിരിക്കണം. തത്തുല്യ യോഗ്യത. അടുത്തൊരു ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 89/2026 ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇലക്ട്രീഷ്യൻ ആണ്. 19,000 ടു 41,600 3 ഒഴിവാണുള്ളത്. ഇലക്ട്രീഷ്യന്റെ ഒഴിവാണ്. നേരിട്ടുള്ള നിയമനം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായാൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഒഴിവ് വരുന്നത് കേരള സംസ്ഥാന സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റി. ഉദ്യോഗ പേര് ജൂനിയർ ക്ലർക്ക്. 17,400 ടു 48,450
ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പ്രൊബേഷൻ ഉണ്ടാവും. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രിയോടൊപ്പം HDC ആൻഡ് BM JDC ഇതിൽ കോർപ്പറേഷനോട് നേടിയിട്ടുള്ള BCom ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പൊ BCom കോർപ്പറേഷൻ ഉള്ളവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിവുകളാണ് 90/2026. ഓക്കെ, കാറ്റഗറി നമ്പർ. അടുത്തൊരു ഒഴിവ് വരുന്നത് കാറ്റഗറി നമ്പർ 91/2026 വന്യജീവി വകുപ്പ് വാച്ചർ 23,000 to 50,200 ആണ് ശമ്പളം വരുന്നത്. ഒഴിവുകൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിത ഒഴിവുകളാണ്. ഈ 6 ജില്ലകളിലാണ് വരുന്നത്. നേരിട്ടുള്ള നിയമനം 18 to 40 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു അപേക്ഷ അയക്കാൻ സാധിക്കില്ല. ശാരീരിക യോഗ്യതകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി നമ്പർ പരിശോധിക്കുക. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 91/2026 കേട്ടോ. അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പട്ടികവർഗം മാത്രം 92/2026 ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസം അസിസ്റ്റന്റ് പ്രൊഫസർ കായിക ചികിത്സ UGC വ്യവസ്ഥകൾ പ്രകാരം പട്ടികവർഗം ഒരു ഒഴിവാണുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവാണ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ അംഗീകരിച്ചതുമായ ബന്ധപ്പെട്ട വിഷയത്തിൽ ആയുർവേദത്തിലുള്ള ബിരുദാനന്തര ബിരുദം. ഓക്കെ, ബിരുദാനന്തര ബിരുദമാണ് ഇതിന്റെ യോഗ്യത വരുന്നത്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുക. പട്ടിക വർഗ്ഗക്കാർ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാനുള്ളത്. ഓക്കെ, അടുത്തൊരു ഒഴിവ് വരുന്നത് 93/2026 കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി സീനിയർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പട്ടികവർഗ്ഗക്കാരിൽ നിന്ന് മാത്രം. ഓക്കെ, 55,200 to 1,15,300 2 ഒഴിവുകളാണുള്ളത്. നേരിട്ടുള്ള നിയമനാണ്. യോഗ്യത എന്ന് പറയുന്നത് നമുക്കറിയാം HSSCയുടെ അതേ യോഗ്യത തന്നെയാണ്. 23 to 49 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. യോഗ്യത എന്ന് പറയുന്നത് PG പ്ലസ് B.Ed പ്ലസ് സെറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. സെപ്റ്റംബർ 2, 2026 അവസാന തീയതി വരുന്ന പോസ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ അയക്കുക. തസ്തിക മാറ്റം വഴിയുള്ള നിയമനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവെന്ന് പറയുന്നത് 90/2026 ജൂനിയർ ക്ലർക്കാണ്. അതിൽ ഒഴിവുകളുടെ എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. സോ വളരെ പെട്ടെന്ന് അപേക്ഷ അയക്കുക. ഓക്കെ, BCom കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. ഇത്രയും ഒഴിവുകളാണ് സെപ്റ്റംബർ 2 തീയതി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ കമന്റിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്.